ജപ്പാനിലെ മഹാനഗരമായ ഒസാക്കയിലെ ഒരു ഹാപ്പനിംഗ് പ്ലേസിലാണ് ഞാനിപ്പോൾ. എബിസു പാലം വന്നു ചേരുന്ന ഗംഭീരമായൊരു സ്ഥലം, ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ്, ടൂറിസ്റ്റുകളും നാട്ടുകാരും വന്നു നിറയുന്ന ഒരു പ്രദേശം. ആഘോഷത്തിന്റെ ഒരു കേന്ദ്രമാണിത്. ഇവിടെ ഏറ്റവും പ്രധാന വിൽപ്പന വസ്തു ടാക്കോയാക്കി എന്ന ഒരു വിഭവമാണ്. അത് വഴിയരികിൽ വെച്ചങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ടാക്കോയാക്കി ഉണ്ടാക്കുന്നത് ഒരു രസകരമായ കാഴ്ചയാണ്. ഒരു ഉണ്ട പോലെയാണ് അതിന്റെ രൂപം. അതിനകത്ത് നീരാളിയുടെ കഷ്ണങ്ങളാണ് വയ്ക്കുക. ടാക്കോ എന്നാൽ നീരാളി എന്നാണ് അർത്ഥം. യാക്കി എന്നാൽ ചുട്ടെടുക്കുന്നത് എന്നും. ആദ്യം ഉണ്ണിയപ്പച്ചട്ടി പോലുള്ള വലിയ പാനിലെ കുഴികളിൽ ഓരോ കഷ്ണം ഒക്ടോപ്പസ് ഇടും. പിന്നെ അതിലേക്ക് കലക്കിയ ഗോതമ്പ് മാവ്, എന്നിട്ട് അതിനെ ഒന്ന് കുലുക്കി പരത്തും. അടിയിൽ ഗ്യാസ് സ്റ്റൗ ആണ്. സ്റ്റൗ ഉൾപ്പെടെയാണ് കുലുക്കുന്നത്. പിന്നെ അതിനകത്ത് എന്തൊക്കെയോ ഇടുന്നു. അരിഞ്ഞ ഇലകളും ഉള്ളിയും മുളകുമെല്ലാമുണ്ട്. ഓരോ പാത്രങ്ങളിൽ നിന്നും പല പല ചേരുവകൾ എടുത്ത് വിതറുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒരൈഡിയയും കിട്ടില്ല. ഇടയ്ക്കിടെ പാത്രം സ്റ്റൗ ഉൾപ്പെടെ ഒന്നിളക്കും. അതിനുശേഷം ചെറുതായി വെന്തു കഴിയുമ്പോൾ അതിന്റെ വക്കൊക്കെ ഇളക്കിയെടുക്കും. ഒരറ്റത്ത് നിന്നാണ് അത് തുടങ്ങുക. ഇത് കണ്ടു നിൽക്കാൻ രസമാണ്. പിറകിൽ വലിയ ക്യൂവിൽ ആളുകൾ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഒരു മെഷീനുണ്ട് ഇവിടെ. അതിൽ പണമിട്ട് ടോക്കൺ വാങ്ങണം. ആ ടോക്കണുമായി വന്നെങ്കിലേ ടാക്കോയാക്കി കിട്ടുകയുള്ളൂ. പണം വാങ്ങാനും ബാക്കി കൊടുക്കാനുമൊന്നും ആരുമില്ല. എല്ലാം മെക്കനൈസ്ഡ് ആണ്. ജപ്പാനാണല്ലോ രാജ്യം. കൈത്തഴക്കവും സ്പീഡും അത്ഭുതകരമാണ്. ആ കുഴിക്കകത്ത് വീണ മാവ് ഉരുട്ടി തിരിച്ചിടുന്നു. അപ്പോഴാണ് അതൊരു ബോളിന്റെ രൂപമാവുക. 2 സൂചി കൊണ്ടാണ് ഈ പരിപാടി. ഓരോ ഉണ്ടകളാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. മറിച്ചിടുന്നതോടുകൂടി മുകളിലുള്ളതെല്ലാം കുഴിക്കകത്താകും. കൈത്തഴക്കം വന്ന പാചകക്കാരൻ. ആളുകൾ ക്യൂ നിന്ന് പണമിട്ട് കൂപ്പൺ എടുക്കുന്നു. ആ കൂപ്പണം കൊണ്ടുവന്ന് നിന്നാൽ അതിനനുസരിച്ചുള്ള ടാക്കോയാക്കി കിട്ടും.